കരിമുട്ടി വാട്ടർഫാൾസാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അതായത് മൂന്നാർ ഉടുമ്പൽപേട്ട റൂട്ടിൽ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് കടക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നക്ഷത്രാമയുടെ രൂപത്തിലുള്ള ഒരു ഇക്കോ ഷോപ്പ് കാണാൻ പറ്റും. വനവിഭവങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വാഹനം നിർത്തി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കാണാം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ചിന്നാർ വനത്തിനുള്ളിലെ അധികം ആർക്കും അറിയാത്ത ജെല്ലിമല ലോഗ് ഹൗസിലേക്കാണ്. മൂന്നാർ വൈൽഡ് ലൈഫ് വെബ്സൈറ്റിലാണ് നമുക്ക് ഈ സ്റ്റേ ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ചിന്നാറിലെ ആലമ്പട്ടി ഇക്കോ ടൂറിസം ഓഫീസിലാണ്. മറയൂരിൽ നിന്ന് 7 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. 110 കിലോമീറ്ററാണ് പാലക്കാട് നിന്ന് പൊള്ളാച്ചി റൂട്ടിൽ ഇവിടെ എത്താനുള്ള ദൂരം. ഈ കാണുന്നതാണ് ആലമ്പട്ടി ഇക്കോ ടൂറിസം ഓഫീസ്. ഓഫീസിനോട് ചേർന്ന് തന്നെ ഒരു എത്നിക് കഫേയും കാണാം. ഇവിടുത്തെ ഒരു വെറൈറ്റി ചായയാണ് എത്നിക് ടീ. ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് നമുക്കിവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി ബുക്ക് ചെയ്തവർ കൂടാതെ എക്സ്ട്രാ പേഴ്സൺ ഉണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് ക്യാഷ് അടച്ചാൽ മതി. ഞങ്ങൾ 4 പേരാണ് ഇവിടെ സ്റ്റേ ചെയ്യണത്. 2 പേരുടെ മാത്രമേ ബുക്ക് ചെയ്തിട്ടുണ്ടായുള്ളൂ. ഇവിടെ സ്റ്റേ കൂടാതെ 3 ട്രെക്കിംഗ് പ്രോഗ്രാംസ് കൂടി ഉണ്ട്. അതിന് ബുക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നേരിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്താലും മതി. അപ്പോൾ നമ്മളിവിടെ നിന്ന് 2 ഗൈഡിനൊപ്പം നടന്നായിരിക്കും സ്റ്റേയിലേക്ക് പോകുന്നത്. നമ്മുടെ വാഹനം തൊട്ടടുത്തുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസിൽ പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇതിനു മുമ്പ് ഗസ്റ്റുകൾ വന്നത് 6 മാസം മുമ്പാണ്. അതുകൊണ്ട് തന്നെ അവർ തലേ ദിവസം പോയി മൊത്തം ക്ലീൻ ചെയ്തെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. വലിയൊരു മല കയറി ഇറങ്ങി നമ്മൾ വീണ്ടും റോഡിലേക്ക് എത്തും. ഇനി ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് മതി നമ്മുടെ സ്റ്റേയിലേക്ക് എത്താൻ. ഇനി നിങ്ങൾക്ക് നടക്കാൻ മടിയുണ്ടെങ്കിൽ ഇവിടെ വരെ കാറിന് വരാം. തിരിച്ച് കാർ പാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്ന് ഗൈഡുകൾ ആരെങ്കിലും വണ്ടി ഓടിക്കുന്ന ആളെ ഇവിടെ കൊണ്ടുവന്നാക്കും. അങ്ങനെയാകുമ്പോൾ 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അല്ലെങ്കിൽ ഏകദേശം 1 മണിക്കൂർ ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജെല്ലിമല ലോഗ് ഹൗസ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഈ സ്ഥലം കാണുന്നത്. കാരണം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സെർച്ച് ചെയ്തിട്ട് വേറെ വീഡിയോസൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നത് വരെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറയാലോ, ഇവിടുത്തെ ഈ ബാൽക്കണിയിലേക്ക് കയറിപ്പോൾ കിട്ടിയ കാഴ്ച ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അമ്മാതിരി ഒരു വ്യൂ പോയിന്റിലാണ് ഈ ലോഗ് ഹൗസ് ഇരിക്കുന്നത്. ചിന്നാറിലെ ഒരു നമ്പർ 1 സ്റ്റേ എന്ന് തന്നെ പറയാം ഈ ജെല്ലിമല ലോഗ് ഹൗസിന്. വന്നപ്പോൾ തന്നെ കിട്ടിയ ആദ്യത്തെ കാഴ്ചയാണ് ഈ കാണുന്ന ഒരു കൂട്ടം കാട്ടുപോത്തുകൾ അഥവാ കാട്ടികൾ. പല പേരിലായിരിക്കും നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പേരുകളിൽ അറിയപ്പെടുന്നത് പക്ഷികളാണ്. അപ്പോൾ വൈൽഡ് ലൈഫിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇവരുടെ ഇംഗ്ലീഷ് നെയിമായിരിക്കും കൂടുതൽ ഉപകാരപ്പെടുന്നത്. പ്രത്യേകിച്ച് സഫാരിക്ക് പോകുന്നവർക്ക്. മാത്രമല്ല വൈൽഡ് ലൈഫ് സൈറ്റുകളിൽ സെർച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാഴ്ചകൾക്ക് ഒരു കുറവില്ല ഇവിടെ. അതിന് വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല, ഈ ബാൽക്കണിയിൽ ഇരുന്നാൽ മാത്രം മതി. അനിമൽ സൈറ്റിങ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, മൊത്തത്തിൽ കാടിൻ്റെ ഒരു കാഴ്ച ഭയങ്കര രസമാണ് ഇവിടെ നിന്ന് കാണാൻ. തൊട്ട് താഴെ പാമ്പാർ നദി ഒഴുകുന്നതും കാണാം. ഇപ്പോൾ ഈ അനിമൽസിനെ കാണുന്നത് പുഴയ്ക്ക് അക്കരെയാണ്. കാട്ടുപോത്തുകൾ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ചുരുങ്ങിയത് 50 എണ്ണെങ്കിലും ഇവിടെ പല ഭാഗത്തായിട്ട് ഇപ്പോൾ കാണാൻ പറ്റും. ഇനി നമുക്കൊന്ന് റൂം കണ്ടിട്ട് വരാം. 6 മാസം അടഞ്ഞു കിടന്ന ഫീലൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം അവർ ഇന്നലെ വന്ന് നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 3 പേർക്ക് കംഫർട്ടബിളാണ്. ഞങ്ങൾ 4 പേരാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഒരാൾ താഴെ കിടക്കേണ്ടി വരും. റേറ്റ് വരുന്നത് 3500 രൂപയാണ് 2 പേർക്ക്. എക്സ്ട്രാ വരുന്ന ഓരോരുത്തർക്കും 1000 രൂപ അഡീഷണൽ കൊടുക്കണം. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഉൾപ്പെടെയാണ് ഈ റേറ്റ്. വലിയ കുഴപ്പമില്ലാത്തൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള മൊത്തത്തിലൊരു കാടിൻ്റെ വ്യൂ.
ഓറഞ്ച് മിനിവെറ്റിൻ്റെ മെയിലാണിത്. ഇതാണ് ഫീമെയിൽ. വൈൽഡ് ലൈഫ് കാഴ്ചകൾക്ക് ഒരു കുറവില്ല കേട്ടോ ഇവിടെ. ദേ അടുത്തത് കുറച്ച് ഗ്രേലങ്കൂറുകളാണ്, ഹനുമാൻ കുരങ്ങ്. നല്ലൊരു സൈറ്റിംഗാണ് നമുക്ക് മിസ്സായത്. അസലൊരു കൊമ്പനായിരുന്നു. വെള്ളം കുടിക്കാൻ വന്നതായിരിക്കണം, പക്ഷെ മരത്തിൻ്റെ മറയിലോട്ട് പോയ കാരണം കൊണ്ട് നമുക്ക് മിസ്സായി. ഒരു പക്ഷേ വേനൽക്കാലത്ത് നല്ല അനിമൽ സൈറ്റിങ്ങിനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ. താഴെ പുഴയിൽ പോയി നമുക്ക് കുളിക്കാൻ പറ്റും. അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെയാണ് ഞങ്ങളും വന്നത്. പക്ഷേ ഈ ബാൽക്കണിയിലെ കസേരകൾ നമ്മളെ എങ്ങോട്ടും വിടില്ല, ഇവിടെ പിടിച്ചിരുത്തി കളയും. അതുപോലെയാണ് വൈൽഡ് ലൈഫ് കാഴ്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കരടീനും പുലീനും കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒട്ടും എണീറ്റ് പോകാൻ പറ്റില്ല നമുക്ക് ഇവിടെ നിന്ന്. റൈറ്റ് സൈഡിൽ കുറേ സ്ഥലം പുൽമേടായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അനിമൽസ് ഇറങ്ങി വരാം അങ്ങോട്ട്. പിന്നെ നമ്മുടെ ഈ ലോഗ് ഹൗസിൻ്റെ തൊട്ട് താഴെ അനിമൽസ് വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്പോട്ട് കൂടിയുണ്ട്. പക്ഷേ 6 മാസമായിട്ട് ഇവിടേക്ക് ആരും വരാത്തത് കൊണ്ട് അടിക്കാട് വളർന്ന് താഴേക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിലായി. അത് ക്ലീൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റുന്ന തരത്തിലായിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി അനിമൽ സൈറ്റിങ് കൂടും. അവിടെയാണ് നമ്മുടെ 2 ഗൈഡുകൾ താമസിക്കുന്നത്. അവിടെ തന്നെയാണ് നമുക്കുള്ള ഫുഡും പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ പാക്കേജിലുള്ളത് വെജിറ്റേറിയൻ ഫുഡായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരുന്ന വഴിക്ക് വാങ്ങിക്കൊണ്ട് വന്നാൽ അവരത് റെഡിയാക്കി തരും. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ഇനി ചപ്പാത്തിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് റൈസ് ആക്കാം. ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചോദിക്കും നമ്മളോട് എന്ത് ഫുഡാണ് വേണ്ടതെന്ന്. ദൂരെ വണ്ടികളുടെ ലൈറ്റാണ് ആ കാണുന്നത്. ചിന്നാർ റോഡാണത്. ഇവിടെ രാത്രി ബൈക്ക് യാത്ര അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. കാറിന് ഫുൾ ടൈം സഞ്ചരിക്കാം, ടൈം ലിമിറ്റ് ഒന്നുമില്ല ഇവിടെ. രാവിലെ തന്നെ ആനേനെ കണ്ടുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒന്നുകൂടി വെളിച്ചം വരാതെ ക്യാമറയിൽ കിട്ടില്ല. മൂന്നെണ്ണം ഉണ്ട്, 2 പിടിയാനയും ഒരു കുട്ടിക്കൊമ്പനും. കുട്ടിക്കൊമ്പൻ അമ്മയുടെ പാല് കുടിക്കുന്ന കാഴ്ച നോക്കി. ഏകദേശം ഒരു ദിവസം 11 ലിറ്റർ പാല് കുടിക്കും ഒരു കുട്ടിയാന, പലതവണയായിട്ട്. 2-2.5 വയസ്സ് വരെയാണ് ആനക്കുട്ടികൾ പാല് കുടിക്കുന്നത്. ഈ ആനകൾ നിൽക്കുന്നതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് ഈ മെയിൽ ഗൗറിനെ കണ്ടത്. ഈ കൂട്ടം തെറ്റി ഒറ്റയ്ക്ക് നടക്കുന്ന മെയിൽ ഗൗറുകൾ കുറച്ച് അപകടകാരികളാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാത്ത സമയങ്ങളിൽ സാധാരണ മനുഷ്യരെ കണ്ടാൽ ഇവർ ഓടിപ്പോകാറാണ് പതിവ്. പിന്നെ ഒരു വൈൽഡ് അനിമൽസിനെയും 100% നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. എപ്പോഴും സേഫായ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്.
ഇവിടെ അനിമൽസ് മാത്രമല്ല, ഇഷ്ടം പോലെ വെറൈറ്റി ബേഡ്സിനെയും കാണാൻ പറ്റും. നമ്മുടെ ലോഗ് ഹൗസിൻ്റെ തൊട്ടടുത്തുള്ള മരത്തിൽ കണ്ട കിളിക്കൂടാണ്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് പോയി പാല് കുടിക്കണത് കാണാം. എന്തായാലും രാവിലത്തെ സൈറ്റിങ് അടിപൊളിയായി. അതും സ്റ്റേയിലിരുന്നുകൊണ്ട് തന്നെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി ഇവിടുത്തെ കുറച്ച് വെറൈറ്റി ബേഡ്സിനെ കണ്ടു നോക്കാം. അതിനുവേണ്ടി നമ്മുടെ സ്റ്റേയുടെ ബാക്ക് വശത്ത് കുറച്ച് മരങ്ങൾ കാണാം. അവിടേക്ക് കുറച്ച് നേരം നോക്കിയിരുന്നാൽ മതി. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഫുൾ ടൈം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമാണ് ഇവിടെ മൊത്തം നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഈ ഓന്തിൻ്റെ കളർ കണ്ടോ, പാറോന്തിൻ്റെ ഫീമെയിലാണിത്. ഇരപിടുത്തത്തിന് ഏറ്റവും സഹായമാവുന്നത് ഇവരുടെ ഈ കളറാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഇവിടെ തന്നെ അവർ റെഡിയാക്കി തരും. സാധാരണ ചിന്നാറിലെ ലോഗ് ഹൗസുകളിൽ തിരിച്ച് ഓഫീസിലെത്തിയിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാറ്. ഫുഡ് കഴിച്ച് പോകാൻ റെഡിയായപ്പോഴാണ് അടുത്ത സൈറ്റിങ്. ഈ ഒരു വിഷ്വൽ നമുക്കൊരു അനുഭവം കൂടിയാണ്. കാരണം കുത്തനെയുള്ള പാറയിലൂടെയാണ് അവൻ കയറിപ്പോണത്. അപ്പോൾ ആനകൾ എങ്ങനെയുള്ള കയറ്റവും കയറുന്നത് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കാഴ്ച കൊണ്ട്. ഇവിടെ വന്നാൽ നമ്മൾ പരമാവധി സൈലൻ്റ് ആയിരുന്നാൽ ഇതുപോലെ തൊട്ടടുത്ത് വെറൈറ്റി ബേഡ്സിനെ കാണാൻ പറ്റും. ആ വരവ് കണ്ടോ, ഏകദേശം 200 മീറ്റർ കുത്തനെയുള്ള ചെരുവിലൂടെ കയറിയാണ് അവനിവിടെ മുകളിലെത്തിയത്. നമ്മൾ നേരത്തെ കണ്ട പിടിയാനകൾ പോയ ഭാഗത്തേക്ക് തന്നെയാണ് ഇവനും പോണത്. ഒരു പക്ഷേ മീറ്റിങ്ങിൻ്റെ ടൈം ആയിരിക്കാം. കാരണം ആ ടൈമിലാണ് ഒറ്റയാനായ കൊമ്പന്മാർ ഫീമെയിലുകളുടെ കൂട്ടത്തിലേക്ക് വരുന്നത്. അപ്പോൾ 10 മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തേ പറ്റൂ. ഓൾറെഡി ഞങ്ങൾ ചിന്നാറിൽ വന്നിട്ട് 3 ദിവസമായി. അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തേനെ. കാരണം ഞങ്ങൾ 4 പേർക്കും ഭയങ്കര ഇഷ്ടമായി ഈ സ്ഥലം. ആന കയറാതിരിക്കാൻ ചുറ്റും കരിങ്കൽ ഭിത്തിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സേഫാണ്. തിരിച്ചു പോയത് ഞങ്ങൾ മെയിൻ റോഡിലൂടെ തന്നെയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തിൻ്റെ മൊത്തത്തിലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ലോഗ് ഹൗസ്. പിന്നെ ഇതൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയുള്ളൊരു സ്റ്റേ ആണ്.
അതുകൊണ്ട് തന്നെ കൂടുതൽ ഫെസിലിറ്റീസൊന്നും നമ്മളിവിടെ പ്രതീക്ഷിക്കരുത്. പിന്നെ ലോഗ് ഹൗസിൽ നിന്ന് കുളിച്ച് ഫ്രഷായി വരുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വന്ന് കുളിക്കുന്നതായിരിക്കും. കാരണം ഇവിടെ നിന്ന് ഇനി ഇക്കോ ടൂറിസ്റ്റ് ഓഫീസിലേക്ക് 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ചിന്നാർ വനത്തിലെ കാഴ്ചകൾ തന്നെയാണ്. കൂടാതെ ഒരു ലോ ബഡ്ജറ്റ് സ്റ്റേയും നമുക്കതോടൊപ്പം പരിചയപ്പെടാം. അങ്ങനെ തിരിച്ച് ഇക്കോ ടൂറിസം ഓഫീസിലെത്തുന്നതോടുകൂടി നമ്മുടെ ജെല്ലിമല ലോഗ് ഹൗസിൻ്റെ പാക്കേജ് അവസാനിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ചെറിയൊരു ബ്രേക്ക്. ഓക്കെ, ബൈ.